നിങ്ങൾ ഭീമന്റെ കാൽപാദം കണ്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാം. ഇതാണ്ട് ഗായ്സ്, കാൽപാദത്തിന് നടുക്കാണ് അദ്ദേഹം നിൽക്കുന്നത്. നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നില്ല. അതൊരു ഉണ്ടോ തള്ളവരൽ ഈ ഭാഗത്തായിട്ടും ബാക്കി ഇതുണ്ടോ, ഇതാണ് അതിന് ഉപ്പൂറ്റി ഭാഗമായിട്ട് വരുന്നത് കേട്ടോ. ഇത് ശരിക്കുള്ള സംഭവമാണ്. നമ്മുടെ പാണ്ഡവന്മാരുള്ള സാധനം കേട്ടോ. ശരിക്കും നടന്ന സംഭവം ഇത്. അങ്ങനെ പുരാണങ്ങൾ ഇങ്ങനെ. മക്കളെ, ഇതാണ് പാണ്ഡവൻപാറയിലെ മദ്ദളക്കല്ല്. ഇത് കണ്ടിട്ടുണ്ടോ? എന്നിട്ട് നമ്മൾ കാണിച്ചു തരാം. അങ്ങനെ ഇപ്പോൾ ഒരു 4-5 കല്ല് നമ്മളിപ്പോൾ 2-3 കല്ല് ഇപ്പോൾ കാണിച്ചില്ല, ഓരോ കാരണം തന്നെ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ പണ്ട് തൊട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് വന്നത് ഷൂട്ട് ചെയ്ത്. ശരി, ഈ കല്ല് എങ്ങനെ ഇരിക്കുന്നത് കാണിച്ചു തരാം. അവനെ ഇത് ഇത്രയും വലിയ കല്ല് നീ ഒറ്റയ്ക്ക് ഇപ്പത്താക്കി നിർത്തിയിരിക്കുന്നത്. ബാഹുബലി അല്ല, സംഭവം പൊളിയാ കേട്ടോ. അതെ, ഒറ്റ വിരലിൽ. ഇതാണ് തവളക്കല്ല്. തവളയുടെ ഷേപ്പിലിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും തവളക്കല്ലെന്ന് പറയും. നമ്മളും അങ്ങനെ അറിഞ്ഞത്. അങ്ങനെ നേരത്തെ ഇതിനു മുമ്പ് നമ്മൾ വന്നിട്ടുള്ള ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എന്നാലും ഇത് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കാന്ന് വെച്ചു. അങ്ങനെ വന്നാൽ നമ്മുടെ അടുത്ത് ഇത്രയും കാണാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പം കണ്ടു. നേരെ ഇങ്ങ് പോരെ ചെങ്ങന്നൂർ. സത്യം പറഞ്ഞ ആൾക്കാർക്ക് വന്നിരിക്കാനും വന്ന് കാണാനും ഒക്കെ പറ്റിയൊരു സ്പോട്ടാണ് നമ്മുടെ ചെങ്ങന്നൂരുള്ള. പക്ഷേ ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് രൂപയില്ല. ഈ സമയത്ത് ഇറങ്ങുന്നവരോട് പറഞ്ഞു നല്ല ചൂടുണ്ട്. ഞങ്ങളിപ്പോൾ ചെരുപ്പില്ലാണ്ട് കയറിയിരിക്കണം. ഇച്ചിരി പവിത്രമായ ഒരു സംഭവമാണ്. ഞങ്ങൾ ചെരുപ്പില്ലാണ്ട് കയറിയിരിക്കുന്നത്. പക്ഷേ നല്ല പഴുത്ത് നിൽക്കുകയാണ്. നമുക്ക് ചൂടുന്ന പ്രശ്നമൊക്കെയാണ് നമ്മളിങ്ങനെ കയറി ഇറങ്ങി നടക്കുക. പിന്നെ താഴോട്ട് നോക്കിയാൽ കാണിക്കേ കണ്ടോ, സുഭാഷ് ഹെൽപ്പ് பண்ணாന്നൊക്കെ പറഞ്ഞ അവസ്ഥയാവും ഇപ്പോൾ. കണ്ടോ കാണിക്കാൻ വന്ന താമരക്കല്ലാണ്. ഇതാണ്ട് താമരയുടെ ഷേപ്പിലുള്ള ഇവിടെ ഇരിക്കുന്ന കല്ലാണ്. ഇങ്ങനെ ഒരു 4-5 കല്ലുകൾ നമ്മുടെ ഇവിടെ ഉണ്ട്. കാണിച്ചു തരാം. ഇനി അടുത്തത്, എനിക്ക് എത്ര ചൂടാണെങ്കിലും അത് നമ്മുടെ ചെങ്ങന്നൂരിൽ പറ്റാത്ത ഒരു തടാകമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പാണ്ഡവൻപാറയിലുള്ള പാറയ്ക്ക് മേളിലുള്ള ഈ ചെറിയ തടാകം ഇതുവരെയായിട്ടും പറ്റിയ ചരിത്രമില്ല. അതോടെ ഒന്ന് കാണിച്ചേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഇങ്ങനെ ഇച്ചിരി അഴുക്കായിട്ടൊക്കെ കിടക്കുക. അല്ലെങ്കിൽ കാലാവസ്ഥയുടെ ആയിരിക്കാം. പിന്നെ പുറത്തുനിന്ന് ആൾക്കാർ വരുന്ന കാണുന്നുണ്ടെങ്കിൽ കാണുക. ഇതൊക്കെ കണ്ടിരിക്കണം.